ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പത്രമാറ്റിൽ നയനയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആദർശ് തുടങ്ങിയിരിക്കുകയാണ്. നയനയുടെ നയനയുടെ സ്നേഹവും നയനയുടെ നന്മയെല്ലാം ആദർശ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരെ നമ്മൾ പിരിക്കാൻ വേണ്ടിയിട്ട് ദേവയാനിയും ജലജയും ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് അനിയുടെയും അനാമികയുടെ വിവാഹവും കൂടി വരാൻ പോകുന്നത്. പക്ഷേ നന്ദുവും അനിയും പ്രണയത്തിലാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടുമില്ല. അനാമിക അത് ഒട്ടും അറിയാനും പാടില്ല, വിവാഹം മുടങ്ങാനും പാടില്ല. ആ ഒരു കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ട് വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലും കൂടിയാണ് നയന. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നയനയും കൊണ്ട് ആദർശ് പുറത്തു പോയി എല്ലായിടവും ചുറ്റിക്കറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഓരോ കാര്യങ്ങളും നയനയ്ക്ക് പുതുമയോടെയാണ് തോന്നുന്നത്. ഒരുപാട് ആഗ്രഹിച്ച സമയത്തൊന്നും ആദർശ് ഇങ്ങനെയൊന്നും തന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റി എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ടെങ്കിലും എല്ലാം മുത്തശ്ശന് വേണ്ടിയിട്ട്, മുത്തശ്ശൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് ആദർശ് പറയുന്നത്. പക്ഷെ നയനയ്ക്ക് നല്ലതുപോലെ അറിയാം മുത്തശ്ശൻ്റെ പേരും പറഞ്ഞിട്ട് ആദർശേട്ടൻ്റെ ആഗ്രഹങ്ങളാണ് ആദർശേട്ടൻ നടത്തുന്നത് എന്ന് നയനയ്ക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കറങ്ങി അടിച്ചിട്ട് രാത്രി കയറാം. അതുപോലെ തന്നെ നാളെ ഒരു സെക്കൻഡ് ഷോ ഒക്കെ വേണമെങ്കിൽ കാണാം. അപ്പോൾ നയനയ്ക്ക് ഒരു സന്തോഷം. നാളെ നമ്മൾ കറങ്ങാൻ പോകുന്നുണ്ടോ എന്നാണ് ആദർശനോട് നയന ചോദിക്കുന്നത്. എന്നാലും നിനക്ക് എന്നൊക്കെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അന്നല്ല നീ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോവാം എന്നാണ് നയനയോട് ആദർശ് പറയുന്നത്. അതിനുശേഷം അവർ ബീച്ചിലൊക്കെ പോയി കറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ഇരിക്കുന്ന സമയത്ത് നയനയുടെ ആദർശിൻ്റെ അമ്മ വിളിച്ചു. ഇതിൻ്റെ ഇടയിൽ നയനെക്കുറിച്ചും ആദർശിനെക്കുറിച്ചും ഓരോ കുറ്റങ്ങളൊക്കെ ജലജ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയന ആദർശിനെ വലയിലാക്കിയിരിക്കുന്നു എന്നും ദേവയാനി പറയുന്നതൊന്നും കേൾക്കത്തില്ല എന്നും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദേവയാനിയിൽ നിന്നും ആദർശ അകലും എന്നൊക്കെ ഒരുപാട് കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആദർശിനെ ദേവയാനി വിളിച്ചു. ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ആദർശ് എടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല. എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത്. അപ്പോൾ അമ്മയാണെന്ന് മനസ്സിലായി. അപ്പം എന്താ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ കോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ആരാണ്, എന്താണ്, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ്, എപ്പോൾ വരും, എന്താ ഇത്ര ലേറ്റ് ആവുന്നത്, അവളെ കൊണ്ട് എന്തിനാ പോയത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്ന് വരും. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ കള്ളം വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൾ എടുക്കുന്നില്ല. എന്നിട്ട് പിന്നെ അമ്മയോട് പോയി പറഞ്ഞാൽ പോരെ. അപ്പോഴും നയന പറയുന്നുണ്ട്, വാ നമുക്ക് പോകാം, അമ്മ ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശ് ആദ്യമായിട്ടാണ് അമ്മയുടെ വാക്ക് കേൾക്കാതെ സ്വന്തം തീരുമാനം എടുക്കാൻ പോകുന്നത്. സാധാരണ അമ്മയ്ക്ക് ടെൻഷനാവും അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാവും, അമ്മ വഴക്ക് പറയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആദർശിന്റെ സ്വന്തം ഇഷ്ടങ്ങൾ ഉള്ളിലൊതുക്കി അമ്മയുടെ ഇഷ്ടങ്ങൾക്കാണ് ആദർശ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അമ്മ വിഷമിച്ചാലും കുഴപ്പമില്ല, നിന്നെയും കൂടി സന്തോഷിപ്പിക്കണ്ടേ, അതുകൊണ്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ആദർശ്. അങ്ങനെ അവസാനം എല്ലാം ചുറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്തും ആദർശ് കഥവ് തുറക്കുന്ന സമയത്ത് ദേവയാനി ശബ്ദം കേട്ടിട്ട് അവിടെ എണീറ്റിരിക്കുവാണ്. നയന ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ പെട്ടെന്ന് പോകണ്ടേ, ഇത്രയും ലേറ്റ് ആയില്ല, അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, അമ്മ അവിടെ ഉറക്കം എണീറ്റിരിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞത് എന്തായാലും അമ്മയോ ഉറങ്ങിക്കാണും, അഥവാ എണീറ്റിരിക്കുവാണെങ്കിൽ പറയാം. അങ്ങനെ അവർ പതുക്കെ പോകുന്ന സമയത്ത് ദേവയാനി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നയന പറയുന്നുണ്ട്, കൊണ്ടോ അമ്മ ഇരിക്കുന്നുണ്ട്, അമ്മ നമ്മളെ കാത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ആദർശ് ലൈറ്റ് ഇട്ടതിന് ശേഷം അമ്മയോട് സംസാരിച്ചപ്പോൾ ദേവയാനി പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. നയന ആദർശിനെ വലയിലാക്കിയിരിക്കുന്നു എന്നും നയന പറഞ്ഞിട്ടാണ് ആദർശ് ഫോൺ എടുക്കാത്തത്, നയന പറഞ്ഞിട്ടാണ് നയനയെ കൊണ്ട് ചുറ്റിക്കറങ്ങാൻ പോയത് എന്നൊക്കെയാണ് അവിടെ ദേവയാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അവളെങ്ങാനും പിണങ്ങി വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പ്രശ്നമാവത്തില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നീ അവളെ താളത്തിനകത്ത് തുള്ളുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ദേവയാനി ആദർശിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കാതെ ആദർശ് പറഞ്ഞത്, ഒരിക്കലും നയന പറഞ്ഞിട്ടല്ല, മുത്തശ്ശന് വേണ്ടിയിട്ടാണ് ഞാൻ നയനയും കൊണ്ട് പുറത്തു പോയത്. എന്തായാലും ദേവയാനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതിന്റെ പേരിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കാതെ ആദർശ് നയനയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ അവർ ഉറങ്ങാൻ പോയി കിടന്ന സമയത്തും നയന നല്ല സുഖം ഉറക്കത്തിലാണ്. എന്നിട്ടും ആദർശിന് ഉറക്കം വരുന്നില്ല. ആദർശ് ഓർത്തോണ്ടിരുന്നത് കിരൺ പറഞ്ഞ വാക്കുകളാണ്. കിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനെ ഞാൻ ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറി പോയ സമയത്ത് അച്ഛനെ കണ്ടിരുന്നു, അച്ഛൻ നിന്നെയും നയനെയും കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലും സങ്കടമാണ്,
നിനക്കൊരു കുഞ്ഞ് പിറക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നീ എന്തായാലും നീയും നയനയും കൂടി ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ നോക്കും. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമല്ലോ എന്നൊക്കെ അവിടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോഴും ഒരിക്കലും അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ല എന്ന് നല്ലതുപോലെ അറിയാം. അഥവാ നിങ്ങൾ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നമ്മളെ ഫാമിലി മാത്രമായിട്ട് നമുക്കൊരു ടൂർ പോവാം, അത് നിങ്ങൾക്ക് ഹണിമൂൺ ആക്കുകയും ചെയ്യാം. നീ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സന്തോഷത്തോടെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു കുഞ്ഞും കൂടി നിങ്ങൾക്ക് പിറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫാമിലി തന്നെ പൂർണ്ണമാവും എന്നാണ് അവിടെ കിരൺ ആദർശിനോട് പറയുന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ അനാമിക അനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അനാമിക വിചാരിക്കുന്നത് അനി ഈ സമയത്ത് ഞാൻ വിളിക്കുന്ന സമയത്ത് അനിയുടെ ഫോൺ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നയനയോ അനിയോ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല. നന്ദുവും അനിയും തമ്മിൽ റിലേഷൻ ആണ്, അതല്ല അനി കോൾ എടുക്കുവാണെങ്കിൽ അവർ തമ്മിൽ റിലേഷൻ അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അനാമിക കോൾ വിളിച്ചു. ആ സമയം തന്നെ അനി കോൾ എടുത്തു. എന്നിട്ട് സംസാരിച്ചപ്പോൾ അനി സ്നേഹത്തോടെ തന്നെ സംസാരിച്ചു. നാളെ കാണാമെന്നും അനാമിക ചോദിച്ചപ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതിലും അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നയനയുമായിട്ട് ഒന്നു ചേർന്ന് അവർ സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആദർശ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നയനയ്ക്കും ആദർശിനും ഒരു കുഞ്ഞ് പിറക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് നയനയ്ക്കും ആദർശിനും മനസ്സിലായി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക? എന്തായാലും ഇനി നമ്മൾ എന്തായാലും എല്ലാ ദിവസവും കാണാൻ പോകുന്നത് നയനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന തന്റെ അമ്മയെ ഇപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമാണ്, അമ്മയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും നയനയ്ക്കൊരു മുൻതൂക്കം കൊടുക്കുന്ന ആദർശിനെ ആയിരിക്കും. അത് മാത്രമല്ല അവരുടെ പ്രണയ നിമിഷങ്ങളും ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.